ബീഹാറിൽ പുതുചരിത്രം പിറക്കുന്നു. ബീഹാറിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപന ചടങ്ങിലേക്ക് നമ്മൾ പോകുകയാണ് തത്സമയത്തിലേക്ക്. दिया गया है आदरणीय श्री सम्राट चौधरी जी, जो बिहार सरकार के अभी उप मुख्यमंत्री भी हैं और नेता के रूप में प्रस्ताव दिया गया है, हम उसका हृदय से समर्थन करते हैं। सम्मानित मंच, आज भारतीय जनता पार्टी के विधायक दल के नेता के रूप में माननीय विजय सिन्हा जी के द्वारा जो प्रस्ताव दिया गया है, पुरजोर तरीके से मैं उस प्रस्ताव का समर्थन करता हूँ। इस विश्वास के साथ कि नीतीश जी बिहार को जहाँ ले जा रहे थे उससे भी आगे ले चलने का काम हमारे साथी सम्राट चौधरी जी करेंगे। सम्मानित मंच, आज करोड़ों कार्यकर्ता का बिहार में जो मन बुलंद होगा, भाजपा का मुख्यमंत्री होने जा रहा है। मैं इसी अवसर पर जो हमारे विजय सिन्हा जी ने जो प्रस्ताव लाए हैं सम्राट चौधरी जी का, मैं पुरजोर समर्थन करता हूँ। ബീഹാറിൽ പുതുചരിത്രം പിറക്കുന്നു. ബീഹാറിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ മുഖ്യമന്ത്രി. ബി.ജെ.പിയുടെ ശ്യാം ബാബു കൊറൂത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം, വിശദാംശങ്ങളിലേക്ക്. തീർച്ചയായും രോഹിണി, ഒരുപക്ഷെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയുടെ രാഷ്ട്രീയ ജൈത്രയാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവലായി തന്നെ കാണാവുന്ന വളരെ മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഇപ്പോൾ പാർട്ടിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ ആർ.ജെ.ഡിയും ജെ.ഡിയും മാറി മാറി ദശാബ്ദങ്ങളായി കൈക്കുള്ളിലാക്കിയിരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു ദേശീയധാര മുൻനിർത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്ന വളരെ കൃത്യമായ എടുത്തു പറയേണ്ട, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. സാമ്രാട്ട് ചൗധരിയാണ് ഇപ്പോൾ നിലവിൽ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരി. ബി.ജെ.പിയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. 2 തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയപ്പോഴും ഉപമുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി കൂടിയാണ് സാമ്രാട്ട് ചൗധരി. സാമ്രാട്ട് ചൗധരിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നിരുന്നു. RLM നേതാവും ഒപ്പം തന്നെ NDAയുടെ പ്രധാനപ്പെട്ട നേതാവുമായ, ബീഹാറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവുമായ ഉപേന്ദ്ര കുശ്വാഹ, അദ്ദേഹം തന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വഴിയാണ് ആദ്യമായി ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. സാമ്രാട്ട് ചൗധരി ആയിരിക്കും ബീഹാറിനെ ഇനി നയിക്കുക. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ നേരുന്നു എന്നും ഉപേന്ദ്ര കുശ്വാഹ രാഷ്ട്രീയ ലോക് മോർച്ചയുടെ നേതാവ് കൂടിയാണ്, NDAയുടെ ഘടകകക്ഷി കൂടിയാണ്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആരായിരിക്കും ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി മുഖമായി, ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ബി.ജെ.പി. നേതാവ് ആരായിരിക്കും എന്നത് രീതിയിൽ തന്നെ ഊഹാപോഹങ്ങളും ഒക്കെ സജീവമായിരുന്നു. എങ്കിലും ഒരൊറ്റ പേരിലേക്ക് എത്താൻ ദേശീയ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർക്കോ സാധിച്ചിട്ടില്ല എന്നതാണ്. സ്വാഭാവികമായിട്ട് ബി.ജെ.പിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ കാര്യങ്ങളിലും ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെ സാമ്രാട്ട് ചൗധരിയുടെ പേര് കൃത്യമായി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്രാട്ട് ചൗധരി ബീഹാറിൽ ഒരുപക്ഷെ ബൂത്ത് തലം മുതൽ തന്നെ ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തനവും നടത്തി പരിചിതമായ
ഒരു മുഖം കൂടിയാണ്. നേരത്തെ RJDയിൽ സജീവമായിരുന്ന സാമ്രാട്ട് ചൗധരി പിന്നീട് BJPയുടെ ദേശീയ ധാരയിലേക്ക് എത്തുകയും അതിശക്തമായ പോരാട്ടങ്ങൾ, വിശേഷിച്ച് RJDയുടെ ഗുണ്ടാരാജ് സംസ്ഥാനത്തുടനീളം അതിശക്തമായി തന്നെ ലാലു പ്രസാദ് യാദവിന്റെ സമയത്തും അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് തന്നെ അരങ്ങേറിയിരുന്നു. അതിനെതിരെയൊക്കെ ശക്തമായ പോരാട്ടങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് നടത്തിയ ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെയാണ് രണ്ടു വട്ടം NDA അധികാരത്തിലെത്തിയപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായപ്പോൾ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വളരെ നിർണായകമായ വകുപ്പുകളുടെ ചുമതലകളിലേക്കും സാമ്രാട്ട് ചൗധരി എന്ന പേര് എത്തിയതും അദ്ദേഹം തന്റെ വകുപ്പുകളും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഭരണത്തിൽ അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ ജനപ്രീതി പിടിച്ചുപറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും അദ്ദേഹം രാജ്യസഭാ അംഗമായി ഡൽഹിയിലേക്ക് ഇനി അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനമായിരുന്നു അത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും രാജ്യസഭാ MP ആയി ഡൽഹി കർമ്മക്ഷേത്രമായി തന്നെ NDAയുടെയും കൃത്യമായി തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നൊരു പ്രഖ്യാപനം വന്നത്. അതിനുശേഷമാണ് ഒരു പുതിയ മുഖ്യമന്ത്രി, അത് NDAയുടെ ഘടകകക്ഷിയായ BJPയിൽ നിന്നായിരിക്കും എന്ന വാർത്തകളും പിന്നീട് സജീവമായി തന്നെ വന്നു. അതിനുശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ബീഹാറിലെ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി എന്ന പേരിലേക്ക്, ഒരൊറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാനെയാണ് ഈ കാര്യങ്ങൾക്കായി ഈ നിരീക്ഷകനായി കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം, BJPയുടെ ദേശീയ നേതൃത്വം പട്നയിലേക്ക് അയച്ചത്. ശിവരാജ് സിംഗ് ചൗഹാനും ഒപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു.